theborderofamind.com എന്ന വെബ്സൈറ്റിലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ കമന്ററി സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. അജ്മലിന്റെ ഒരു പേഴ്സണൽ പ്രോജക്റ്റ് ആണല്ലോ ഇത്, വർഷങ്ങളായുള്ള. അതെ അതെ. എഴുത്ത്, കല, ദൃശ്യങ്ങൾ, ഇതിലൂടെയൊക്കെ അദ്ദേഹം ചിന്തകൾ പങ്കുവയ്ക്കുന്നു. നമ്മളിലൊരു ഒരു ജിജ്ഞാസയൊക്കെ ഉണ്ടാക്കാൻ. തീർച്ചയായും. ഇന്ന് നമ്മൾ നോക്കുന്നത് അജ്മലിന്റെ ദ നേച്ചർ ഓഫ് പെർസെപ്ഷൻ, അതായത് കാഴ്ചപ്പാടിന്റെ സ്വഭാവം എന്നൊരു ബ്ലോഗ് പോസ്റ്റാണ്. ഓക്കെ. അതിൽ അദ്ദേഹം പറയുന്നൊരു പ്രധാന കാര്യം, നമ്മളീ കാണുന്ന, അനുഭവിക്കുന്ന യാഥാർത്ഥ്യമില്ലേ, അത് കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ അപ്പുറം ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണെന്നാണ്. അതായത് നമ്മുടെ മനസ്സ്, നമ്മുടെ ഇന്ദ്രിയാനുഭവങ്ങൾ, പിന്നെ ജീവിതകാലം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില കാഴ്ചപ്പാടുകൾ. ശരി ശരി. ഇതൊക്കെ വെച്ച് നമ്മളായിട്ട് നിർമ്മിച്ചെടുക്കുന്ന ഒന്നാണ് ഈ യാഥാർത്ഥ്യമെന്ന്. ഓഹോ, അപ്പൊ നമ്മളത് പൂർണ്ണസത്യമായിട്ട് കാണുമ്പോൾ തെറ്റ് പറ്റാമെന്നും പറയുന്നുണ്ടല്ലേ? അതെ, അതാണ് പോയിന്റ്. നമ്മളത് ഇതാണ് സത്യം എന്ന് ഉറപ്പിക്കുമ്പോഴാണ് പ്രശ്നം. അപ്പൊ നമുക്കിതൊന്ന് വിശദമായി നോക്കിയാലോ? നോക്കാം. ശാസ്ത്രം, പ്രത്യേകിച്ച് ഭൗതിക ശാസ്ത്രമൊക്കെ നമ്മുടെ ഈ അടിസ്ഥാന ചിന്തകളെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് അജ്മൽ പറയുന്നുണ്ടല്ലേ? ഉവ്വ്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒന്ന് സമയമാണ്. സമയം. നമ്മളെല്ലാവരും കരുതുന്നത് സമയം ഇങ്ങനെ ടിക് ടോക്ക് ഒരേ വേഗതയിൽ മുന്നോട്ട് പോകുന്നു എന്നാണല്ലോ. അതെ, സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. പക്ഷെ ഐൻസ്റ്റീൻ കാണിച്ചു തന്നത് അങ്ങനെയല്ല. സമയം ആപേക്ഷികമാണ്, റിലേറ്റീവ് ആണ്. ആപേക്ഷികം? അതെങ്ങനെ? വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് പുറത്തു നിൽക്കുന്ന ഒരാളെ അപേക്ഷിച്ച് സമയം പതുക്കെയാകും പോകുന്നത്. ഓ, ഇത് വെറും തിയറിയല്ല, പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ച കാര്യമാണ്. അപ്പോ വ്യത്യസ്ത ചലനാവസ്ഥയിലുള്ള രണ്ടുപേർക്ക് ഒരു സംഭവത്തിന്റെ സമയദൈർഘ്യം പോലും വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമ്മുടെയൊക്കെ ആ ഒരു കോമൺ സെൻസ്, ആ അടിസ്ഥാന ധാരണ തന്നെ തെറ്റാണെന്ന് വരുന്നു. അതെ, നമ്മുടെ ആ ഒരു സഹജമായ ചിന്ത തെറ്റാണ്. അപ്പൊ സമയം ഇങ്ങനെയാണെങ്കിൽ ഇനി ദ്രവ്യം, അതായത് മാറ്ററിന്റെ കാര്യമോ? ക്വാണ്ടം മെക്കാനിക്സ് അവിടെ വലിയ കളികളാണല്ലോ കളിക്കുന്നത്. തീർച്ചയായും. അജ്മൽ അതും പറയുന്നുണ്ട്. ക്വാണ്ടം ലോകത്ത് കാര്യങ്ങൾ ഭയങ്കര വിചിത്രമാണ്. ഒരു കണം, അതായത് ഒരു പാർട്ടിക്കിൾ, അതൊരു കൃത്യമായ വസ്തു എന്നതിനേക്കാൾ സാധ്യതകളായാണ് നിൽക്കുന്നത്. പ്രോബബിലിറ്റീസ്. സാധ്യതകളോ? അതെ. ഒരേ സമയം പലയിടത്ത് പല അവസ്ഥയിലൊക്കെ ഉണ്ടാകാം. നമ്മൾ അതിനെ നിരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ മാത്രമേ അതിനൊരു കൃത്യമായ സ്ഥാനം അല്ലെങ്കിൽ അവസ്ഥ കിട്ടുന്നുള്ളൂ. നമ്മൾ നോക്കുമ്പോൾ മാത്രം അത് ഒരു രൂപം കൈവരുക്കുന്നുവെന്ന്. ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. അതുകൊണ്ട് കണിക എന്ന പേര് പോലും ഒരുപക്ഷെ പൂർണ്ണമല്ലാത്തൊരു വിശേഷണമാകാം. ഇത് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണല്ലോ. അപ്പൊ അജ്മൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. ഉണ്ട്. നമ്മൾ, അതായത് ബോധമുള്ളൊരു നിരീക്ഷകൻ നോക്കുന്നില്ലെങ്കിൽ ഈ ദ്രവ്യത്തിന് ഒരു സ്വതന്ത്ര നിലനിൽപ്പുണ്ടോ? ശരിയാണ്, അതൊരു വലിയ ചോദ്യം തന്നെ. അതിന് സ്വയം ഒരു നിലനിൽപ്പുണ്ടോ, അതോ നമ്മുടെ നിരീക്ഷണത്തിലൂടെയാണോ അത് ഉണ്ടാകുന്നത്? ഇത് നമ്മളെ സ്ഥലത്തെക്കുറിച്ചുള്ള ചിന്തയിലേക്കും കൊണ്ടെത്തിക്കും. സ്പേസ്. സ്ഥലത്തെപ്പറ്റി അജ്മൽ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. സ്ഥലം നമ്മൾ വിചാരിക്കും പോലെ ഒരു ഒഴിഞ്ഞ പെട്ടിയോ സ്റ്റേജോ ഒന്നുമല്ല. ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ അതും സമയവുമായി ചേർന്ന് സ്പേസ് ടൈം എന്ന ഒറ്റ യാഥാർത്ഥ്യമാണ്. സ്പേസ് ടൈം. അതെ. പിണ്ഡവും ഊർജവും ഒക്കെ ഈ സ്പേസ് ടൈമിനെ വളയ്ക്കും. ഗ്രാവിറ്റിയൊക്കെ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഓഹോ. അതുപോലെ നേരത്തെ സമയം പറഞ്ഞ പോലെ വ്യത്യസ്ത വേഗതയിലുള്ളവർക്ക് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരം പോലും വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമ്മൾ അടിസ്ഥാനമെന്ന് കരുതുന്ന സമയം, ദ്രവ്യം, സ്ഥലം, ഇതെല്ലാം നമ്മുടെ സാധാരണ ചിന്തകൾക്കപ്പുറത്താണ്. അജ്മലിന്റെ പ്രധാന വാദം എന്താണ് ഇതിൽ നിന്നെല്ലാം വരുന്നത്? അജ്മൽ ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇതാണ്. വസ്തുനിഷ്ഠമായ, അതായത് ഒബ്ജക്റ്റീവായ, നമ്മൾ നോക്കിയാലും നോക്കിയില്ലെങ്കിലും അവിടെയുള്ള ഒരു യാഥാർത്ഥ്യം, അങ്ങനെ ഒന്നുണ്ടോ? അതോ നമ്മുടെ ആ സങ്കല്പം തന്നെ തെറ്റാണോ? കാരണം ഈ ഭൗതിക ശാസ്ത്രം തന്നെ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഇൻറ്റ്യൂറ്റീവായ ചിന്തകളെ നിരന്തരം തിരുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ശരിയാണ്. അപ്പോ ഒരുപക്ഷെ ഈ നിലനിൽപ്പ് അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായി ഒരു മാനസിക പ്രതിഭാസമാണോ, ഒരു മെന്റൽ കൺസ്ട്രക്ട്? ഈ ലോകം നമ്മുടെ ബോധത്തിനുള്ളിൽ മാത്രം രൂപപ്പെടുന്ന ഒന്നാണോ എന്ന ചിന്ത. അതെ, അങ്ങനെയൊരു സാധ്യത. ഈ ആശയക്കുഴപ്പങ്ങളും ഈ പ്രപഞ്ചത്തിന്റെ ഘടനയും എല്ലാം നോക്കുമ്പോൾ ഒരുപക്ഷെ ഇതെല്ലാം രൂപകൽപ്പന ചെയ്ത ഒരു സ്രഷ്ടാവിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ടെന്നും അജ്മൽ നിരീക്ഷിക്കുന്നുണ്ട്. അതൊരു പ്രധാന നിരീക്ഷണമാണ്. യാഥാർത്ഥ്യത്തിന്റെ അതിരുകൾ ഒരുപക്ഷെ പുറത്തല്ല, നമ്മുടെയൊക്കെ മനസ്സിന്റെ ആഴങ്ങളിലാണ് തിരയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വളരെ വളരെ ആഴത്തിലുള്ള ചിന്തകൾ തന്നെ. അപ്പൊ ചുരുക്കത്തിൽ
അജ്മലിന്റെ ഈ പോസ്റ്റ് നമ്മുടെ കാഴ്ചപ്പാട്, നമ്മൾ എങ്ങനെ ലോകത്തെ കാണുന്നു എന്നത് അതിനെ തന്നെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. തീർച്ചയായും ഇത് നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കും. അജ്മലിന്റെ ഈ ചിന്തകളെക്കുറിച്ചും പിന്നെ അദ്ദേഹത്തിന്റെ ബ്ലോഗിലുള്ള മറ്റ് ആർട്ടിക്കിൾസ്, കല, പോഡ്കാസ്റ്റുകളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ aborderofamind.com എന്ന വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുന്നത് നന്നായിരിക്കും. അതെ, എല്ലാവരെയും അതിനായി പ്രോത്സാഹിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു തനതായ ലോകത്തേക്ക് കടക്കാൻ അത് സഹായിക്കും. തീർച്ചയായും. അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ കമന്ററി സീരീസിലെ ഒരു ചർച്ചയാണിത്. ഇനിയും അദ്ദേഹത്തിന്റെ മറ്റ് ചിന്തകളുമായി ഞങ്ങൾ വരാം. കാത്തിരിക്കുക. പോകുന്നതിന് മുൻപ് ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ചിന്ത പറയൂ. നമ്മുടെ കാഴ്ചപ്പാടുകൾ യാഥാർത്ഥ്യത്തെ ഇത്രയധികം സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുള്ള ലോകം എന്ന് പറയുന്നതിൽ എത്രത്തോളം യഥാർത്ഥത്തിൽ നമ്മുടെ അകത്തുള്ളതിന്റെ ഒരു പ്രതിഫലനം മാത്രമായിരിക്കും? നിങ്ങൾക്ക് എന്തു തോന്നുന്നു?